ഓം ശാന്തി. ഒരിക്കൽ ട്രെയിനിൽ ഒരു വൃദ്ധനായിട്ടുള്ള ആൾ യാത്ര ചെയ്യുമായിരുന്നു. ഇത്ര വെള്ളത്താടിയാണ്. തൻ്റെ താടിയിലിങ്ങനെ തടവിക്കൊണ്ട് ജനലിൻ്റെ അരികിലായിട്ടുള്ള സീറ്റിലിരുന്ന് പുറത്തുനിന്ന് വരുന്നതായിട്ടുള്ള മന്ദമുള്ളതായിരിക്കുന്ന കാറ്റും ആസ്വദിച്ചുകൊണ്ട് ആ വൃദ്ധൻ ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയപ്പോൾ 10-15 ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഒരു ഭയങ്കര മസ്തിയിൽ, ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ 16-18 വയസ്സ് ഉണ്ടാവും മാക്സിമം, ആ ഒരു കൂട്ടം കുട്ടികൾ കയറി വന്നു. അദ്ദേഹം ഇരിക്കുന്നതായിട്ടുള്ള അടുത്തുള്ളതായിട്ടുള്ള ബാക്കി എല്ലാ സീറ്റിലും ഇരുന്നു. പിള്ളേരാവുന്ന സമയത്ത്, യുവാക്കളാവുമ്പോൾ, ടീനേജേഴ്സ് ആകുമ്പോൾ പറയണ്ടല്ലോ, അവരെ മസ്തി, അതിനൊരു ലഹരി ഒന്ന് വേറെയാണ്. അവരങ്ങനെ ചിരിച്ചും കളിച്ചും ആസ്വദിച്ചിരിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാൾക്കൊരു വില്ലത്തരം തോന്നിപ്പോയി. ഈ ട്രെയിൻ ഒന്ന് ചെയിൻ പിടിച്ച് വലിച്ച് നിർത്തി, എന്താ കുഴപ്പം? മാക്സിമം ഒരു 1200 രൂപ കൊടുക്കേണ്ടി വരുമായിരിക്കും. നമുക്ക് ആ പൈസ എല്ലാവർക്കും കൂടെ കളക്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് വലിച്ചു നിർത്തിയാൽ എന്താ കുഴപ്പം? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ എന്ന് അവൻ പറഞ്ഞു. എല്ലാവരും അംഗീകരിച്ചു. ഈ 10-15 കുട്ടികളും എന്നാൽ ശരി, നമുക്ക് വലിക്കുക തന്നെ, നിർത്തുക തന്നെ എന്നുള്ളതായി എല്ലാവരും പരസ്പരം പൈസയൊക്കെ കളക്ട് ചെയ്തു. 1200 രൂപയായി. ഒരുത്തൻ്റെ കയ്യിൽ അത് കീശയിൽ വെച്ചു. അത് കണ്ടപ്പോൾ ഈ വൃദ്ധൻ പറഞ്ഞു, മക്കളെ, 100 കണക്കിന് യാത്രക്കാരാണ് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. പലരും പല അത്യാവശ്യമായിട്ട് പോകുന്നവരായിരിക്കും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു തമാശയാണ്. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടങ്ങൾ ചിലപ്പോൾ സംഭവിച്ചേക്കാന്നറിയോ? ഇങ്ങനെയൊന്നും കുട്ടികൾ കളിക്കരുത് പറഞ്ഞു. പക്ഷേ ഈ വൃദ്ധൻ പറഞ്ഞ കാര്യം ഈ കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായിട്ടും ഞങ്ങൾ ചെയിൻ വലിച്ചു നിർത്തുകയും ചെയ്യും. ഇവിടെ ചോദിക്കാൻ വരുന്ന ആളുടെ നിങ്ങളാണ് വലിച്ചു നിർത്തിയത് ഞങ്ങൾ പറയുകയും ചെയ്യും. അതേപോലെ തന്നെ ഒരുത്തൻ കയറി ചെയിൻ വലിക്കുകയും ചെയ്തു. ചെയിൻ വലിച്ചു, ട്രെയിൻ നിന്നു. ട്രെയിനിലെ പോലീസ് ആരാണ് വലിച്ചത് നോക്കി അന്വേഷിച്ച സ്ഥലത്ത് വന്നപ്പോൾ ഈ ചെറുപ്പക്കാരെല്ലാവരും കൂടി പറഞ്ഞ പോലെ തന്നെ പറയുകയും ചെയ്തു, ഇയാളാണ് ചെയിൻ വലിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ ചോദിക്കുകയാണ് ഇയാളുടെ അടുത്ത്, നിങ്ങൾ ചെയിൻ വലിച്ചോ? എന്തിനായിരുന്നു ചെയിൻ വലിച്ചത് എന്ന്. അപ്പോൾ വൃദ്ധൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ വലിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന 15 ആളും പറയുന്നു ഞാൻ വലിച്ചു എന്ന്, ഞാൻ മാത്രം വലിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അത് മാനിക്കാൻ പോകുന്നില്ല. അനാവശ്യമായിട്ട് അടിയിടിയും കൊണ്ട് ഞാൻ പോണ്ടി വരും. അപ്പോൾ അടുത്ത സെക്കൻഡിൽ വൃദ്ധൻ പറയുകയാണ്, സാർ, ഞാൻ തന്നെയാണ് ചെയിൻ വലിച്ചതെന്ന് പറയും. അപ്പോൾ ചോദിക്കുക, എന്തായിരുന്നു അത്യാവശ്യം? പറയാണ്, എൻ്റെ കയ്യിൽ 1200 രൂപ ഉണ്ടായിരുന്നു. ഈ പിള്ളേർ അത് പിടിച്ചു പറിച്ചു. അപ്പോൾ ആ പിടിച്ചു പറയുന്ന രക്ഷപ്പെടാൻ വേണ്ടി എനിക്ക് വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ട് ഇനി എന്നെ വല്ല ഉപദ്രവിക്കുമോ എന്ന് പേടിച്ച് ഞാൻ ചെയിൻ വലിച്ചതാണ്. സാറിന് സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നോക്കി നോക്കുക, ഇവൻ്റെ കയ്യിലുണ്ട് 1200 രൂപ എന്ന്. പോലീസ് അവനെ പിടിച്ചു നോക്കുമ്പോൾ 1200 രൂപ കൃത്യം. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അടുത്ത സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇവരെ ട്രെയിനിൽ നിന്ന് പിടിച്ചിറക്കി ഈ പിള്ളേരെ കൊണ്ടുപോവുകയാണ്. ഈ വൃദ്ധൻ ജനലിലിരുന്ന് തൻ്റെ താടി തടവിക്കൊണ്ട് അവരെ നോക്കി ഒന്ന് ചിരിച്ചു. കാരണം ജീവിതത്തിൽ അനുഭവികളായിട്ടുള്ള ആളുകൾ പറയുന്ന സമയത്ത് അതിനെ അനാവശ്യമെന്ന് കണ്ടുകൊണ്ട് പരിഹസിക്കാൻ നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മാനിച്ചേ പറ്റുള്ളൂ. അനുഭവത്തിൻ്റെ മുന്നിൽ, അഥവാ അറിവുള്ളവരുടെ മുന്നിൽ, അനുഭവികളുടെ മുന്നിൽ തല കുനിക്കുന്നതാണ് നല്ലത്. അഹങ്കാരത്തിന് ഒരിക്കലും വിജയിക്കാൻ സാധ്യമല്ല. ഒരുപക്ഷെ ഒരു കൂട്ടം ആളുകളുണ്ടാവുമ്പോൾ അഹങ്കാരം നമ്മുടെ ഭാഗത്തായിരിക്കാം. ശക്തി നമ്മുടെ നിന്ന് കണ്ടു കഴിയുമ്പോൾ അഹങ്കാരം വന്നേക്കാം. ധനം നമ്മുടെ ഭാഗത്തുണ്ടാവുമ്പോൾ അഹങ്കാരം വന്നേക്കാം. പക്ഷേ മറുഭാഗത്ത് ബുദ്ധിയുള്ള ഒരാളുണ്ടെങ്കിൽ, അനുഭവമുള്ള ഒരാളുണ്ടെങ്കിൽ വിജയം ഒരുപക്ഷെ നമ്മൾ ഏത് ചതിക്കുഴിയിലേക്ക് മറ്റുള്ളവർ നയിക്കുന്നു അത് നമ്മുടെ അടുത്ത് തന്നെ വന്ന് കുരുങ്ങിയേക്കും. അതുകൊണ്ട് ഇത്തരത്തിൽ ജീവിതത്തിൽ അനുഭവികളോട് കളിക്കാൻ പോകരുത്. അനുഭവം എന്ന ഗുരുവിനെ മാനിക്കുക, റെസ്പെക്റ്റ് കൊടുക്കേണ്ടടുത്ത് റെസ്പെക്റ്റ് കൊടുക്കുക. സ്വാതന്ത്ര്യം എന്നത് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കാൻ വേണ്ടി മറ്റ് നിരവധി പേരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിന് സ്വാതന്ത്ര്യം എന്ന് പറയില്ല, അതിന് ദുസ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മളൊരു സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് എൻ്റെ സ്റ്റെപ്പ് കൊണ്ട് മറ്റുള്ളവർക്ക് സുഖം ഉണ്ടാവോ ദുഃഖം ഉണ്ടാവോ എന്ന് ചിന്തിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈശ്വരൻ ഒരു പ്ലാൻ കണ്ടുകൊണ്ടൊരു ചിന്ത കൊണ്ടുവരുമ്പോൾ ആ ദുസ്വാതന്ത്ര്യത്തിൻ്റെ ഒക്കെ ഫലം നമുക്ക് അടച്ചിട്ട കൂട്ടിലിരിക്കേണ്ടതായിട്ട് വന്നേക്കും. അതുകൊണ്ട് ജീവിതത്തിൽ അനുഭവികളെ മാനിക്കുക, അനുഭവത്തിനെ മാനിക്കുക, ദുരഭിമാനത്തിനെയും അഹങ്കാരത്തിനെയും ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധാലുക്കളാവണം. അല്ലെങ്കിൽ അറിയാത്ത കുരുക്കിൽ പെട്ടുകൊണ്ട് ജീവിതത്തിൽ കരയേണ്ട അവസ്ഥ നമുക്ക് വന്നേക്കാം. അതുകൊണ്ട് ഈ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. അഹങ്കാരം ആർക്കും നല്ലതല്ല. എന്തൊക്കെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ധനം ഇന്നുണ്ടാവാം, നാളെ പോയേക്കാം. ജനം ഇന്നുണ്ടാവാം, നാളെ പോയേക്കാം. ശരീരത്തിൻ്റെ ആരോഗ്യം ഇന്ന് നമുക്ക് കൂട്ടിനുണ്ട്, നാളെ പോയേക്കാം. പക്ഷേ അനുഭവത്തിൻ്റെ ശക്തിയും നല്ല സംസ്കാരത്തിൻ്റെ ശക്തിയും അതെന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു ജന്മം കഴിഞ്ഞ് മറ്റൊരു ജന്മത്തിലേക്ക് യാത്ര ചെയ്യുന്നുവെങ്കിൽ പോലും അത് നമ്മുടെ കൂടെ വരും. അതുകൊണ്ട് അനുഭവം വലിയ ഗുരുവാണ്. അവരെ മാനിക്കുക, അവരുടെ വാക്കുകളെ നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കാം, അവർക്ക് വേണ്ട ആദരവ് കൊടുത്തുകൊണ്ട് എല്ലാവർക്കും സുഖം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കാം. ഓം ശാന്തി.
ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.